ഹായ്. നമുക്കാദ്യം ഒരു വീഡിയോ കാണാം. എന്നിട്ട് നമുക്ക് സംസാരിക്കാം. രണ്ട് ദിവസമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയാസിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ആൻഡ് ഈ പ്രവൃത്തി ചെയ്ത ആൾക്കാർക്ക് എഗൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുത്ത ശിക്ഷാ നടപടികളും ഇപ്പോൾ ഭയങ്കര വൈറലാണ്. എനിക്ക് ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ എനിക്ക് ഉണ്ടായ ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ബീങ് എ ഹ്യൂമൻ ബീങ്. ഓക്കെ, ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കേസ്, ഒരു കൊച്ചു കുട്ടീനെ പീഡിപ്പിച്ച് അതിനെ ഇത്രയും ഉപദ്രവിച്ച് നീചമായി ചെയ്ത ആ ഒരു സെൻസിറ്റീവ് കേസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത്, അതും ഒരു സീനിയർ ആയിട്ടുള്ള ഒരു ലേഡി ഓഫീസർ, ലൈക്ക് ആ ഒരു വേർഡ് നോട്ട് ചെയ്യേണ്ട, ലേഡി ഓഫീസർ ആ ഇൻസിഡൻറ്റിനെ മീഡിയയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈമിൽ ലൈക്ക് പുള്ളിക്കാരി ഈസ് സോ സില്ലി. അവര് അത് ചിരിച്ച് കളിച്ച് ഭയങ്കര നാച്ചുറൽ, ഐ മീൻ ഭയങ്കര എന്താ പറയുക, നാച്ചുറൽ അല്ല, ഐ മീൻ നാച്ചുറൽ എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, ഭയങ്കര എന്താ പറയുക, ഒരു ഈസി വേയിൽ അവരത് ഹാൻഡിൽ ചെയ്യുന്നുണ്ടപ്പോൾ ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് എ വുമൺ, എനിക്ക് പേഴ്സണലി പറയാലോ, അവരോട് ഭയങ്കര ദേഷ്യമാണ് തോന്നിയത്. ഇവരൊക്കെ പിടിച്ച് ആരാ ഈ ഒരു പൊസിഷനിൽ ഇരുത്തുന്നത്, ഇവരൊക്കെ എന്തിനാ ഈ പൊസിഷനിൽ ഇരുത്തണം എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. ബട്ട് ഒരു സിനിമാ നടനായതുകൊണ്ടോ അല്ലെങ്കിൽ ഞാൻ പുള്ളിയുടെ ഫാൻ ആയതുകൊണ്ടോ ഒന്നുമല്ല. ആസ് എ സി എം, വാട്ട് മിസ്റ്റർ വിജയ്, തമിഴ്നാട് സി എം, ഓക്കെ അതായിരിക്കും ബെറ്റർ, വിജയ് എന്നൊരു പേരല്ല, ആസ് തമിഴ്നാട് സി എം, വാട്ട് ഹി ഡിഡ് ഇസ്, എന്താ പറയുക, ഏതൊരു മനുഷ്യനും ചെയ്യാൻ, അവരുടെ പരിമിതികൾ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആലോചിച്ച ഒരു കാര്യമാണ്. നമുക്ക് ശരിയാണ്, അവരെ കൊല്ലാൻ പറ്റില്ല, പക്ഷെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ശിക്ഷ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഭയങ്കര പ്രൗഡാണ്. വിജയ് ചെയ്യുന്ന പല കാര്യങ്ങളും എന്താ പറയാ, എല്ലായിടത്തും ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഇപ്പോൾ പേഴ്സണലി ഞാൻ. ഇത് എനിക്കൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ തോന്നിയതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ, ഞാനും ഒരു സ്ത്രീയാണ്, എനിക്കും ഒരു മകളുണ്ട്. ഇപ്പോൾ ഈ പുള്ളിക്കാരി ഇങ്ങനെ റിയാക്ട് ചെയ്തു, മീൻ ചിരിച്ച് കളിച്ച് നിൽക്കുന്നു. നാളെ അല്ലെങ്കിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഒരു ഇൻസിഡൻറ്റ് അവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആണെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അത്രയും വേണ്ടപ്പെട്ട ആർക്കെങ്കിലും ആയിരുന്നെങ്കിൽ അവരിങ്ങനെ റിയാക്ട് ചെയ്യുമായിരുന്നോ? നമുക്ക് ഒരു നിമിഷം ജസ്റ്റ് അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. ലൈക്ക് അവർക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു അതിൻ്റെ വിക്ടിം എന്ന ഒരു നിലയ്ക്കായിരുന്നെങ്കിൽ വിൽ ഷീ റിയാക്ട് ലൈക്ക് ദിസ്? നെവർ, ഐ ഡോണ്ട് തിങ്ക് സോ. ബട്ട് ലൈക്ക് ഒന്നും പറയാനില്ല. നമ്മുടെ സമൂഹം ഇത്രയ്ക്ക് അധപ്പതിച്ചു പോയല്ലോ. നമ്മൾ വിശ്വസിക്കുന്ന നിയമപാലകർ ഇത്രയ്ക്ക് ഇങ്ങനെയാണ് കാര്യങ്ങൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ നാളെ എങ്ങനെയാണ് അവരെ വിശ്വസിച്ച് കയറി പോവുക ഒരു പോലീസ് സ്റ്റേഷനിലോട്ട്? നമ്മളെ നമ്മളെ സംരക്ഷിക്കേണ്ട ആൾക്കാരെ നമ്മൾ എങ്ങനെ വിശ്വസിക്കും? പക്ഷേ നമ്മുടെ സി എം, തമിഴ്നാട് സി എം ചെയ്ത നല്ലൊരു കാര്യമാണ്. പുള്ളി ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെപ്പോലെ സാധാരണ ആൾക്കാർക്ക് ഒരു ഒരു മനസ്സിലൊരു ശുഭാപ്തി വിശ്വാസം കിട്ടുകയാണ്. ഓക്കെ, നമ്മളെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനും ഈ ലോകത്ത് ആരെങ്കിലും ഉണ്ട് എന്നുള്ളത്. സീരിയസ്ലി, ആക്ച്വലി പുള്ളി ആദ്യം ഒരു സി എം ആകുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു, സി എം പുള്ളിയൊക്കെ ഒരു സിനിമാ നടനായിട്ട് സി എം ആകുമ്പോൾ എന്തായിരിക്കും എന്തോ എന്ന് ഞാൻ പേഴ്സണലി ഞാൻ ചിന്തിച്ച ഒരാൾ തന്നെയാണ്. പക്ഷേ പുള്ളി അധികാരത്തിൽ കയറി പുള്ളി കൊണ്ടുവരുന്ന ഓരോ മാറ്റങ്ങൾ എനിക്ക് ലൈക്ക് ഞാൻ കാണുന്നില്ല, ഞാൻ കാരണം അവിടെ അല്ല താമസിക്കുന്നത്. ബട്ട് ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അത് ശരിക്കും എന്താ പറയാ, ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെയാണ്. എനിവേയ്സ്, ഇങ്ങനൊരു ഇൻസിഡന്റ് നടന്നതിൽ നമുക്ക് വിഷമം അറിയിക്കാനേ പറ്റുള്ളൂ. നമ്മുടെ സൈഡിൽ നിന്ന് നമുക്ക് അവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. പക്ഷേ സന്തോഷം, ആക്ഷൻ എടുക്കാൻ അധികാരമുള്ളവർ നല്ല രീതിക്ക് തന്നെ ഈ ഒരു കാര്യം ടേക്ക് കെയർ ചെയ്തു. ഹാറ്റ്സ് ഓഫ് ടു സി എം, തമിഴ്നാട് സി എം വിജയ് തളപതി. എനിവേയ്സ്, please madam, this is to you. Please don't repeat an incident like this because you are also a woman. Please don't do this. Thank you.